നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാമെന്ന് നമ്മൾ കരുതുന്നൊരു പുസ്തകമുണ്ട്, ഇന്ത്യൻ ഭരണഘടന. എന്നാൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന, അധികമാരും ശ്രദ്ധിക്കാത്ത ചില അവിശ്വസനീയമായ രഹസ്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ അതിലേക്കാണ് ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ആ ഒറിജിനൽ കോപ്പിയിൽ എത്ര പേര് ഒപ്പുവെച്ചിട്ടുണ്ട്? നിങ്ങൾക്കറിയാമോ? ഉത്തരം നമ്മൾ ഈ വിശേഷങ്ങളുടെ എല്ലാം അവസാനം പറയും. ആദ്യം തന്നെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു രഹസ്യം നോക്കാം. അതായത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. നിങ്ങൾ ഒരുപക്ഷേ കരുതുന്നുണ്ടാവാം, ലോകത്തിലെ ഏറ്റവും വലിയ ഈ ഭരണഘടന പ്രിന്റ് ചെയ്തതോ ടൈപ്പ് ചെയ്തതോ ആണെന്ന്. എന്നാൽ സത്യമതല്ല. അത് പൂർണ്ണമായും കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയതാണ്. അതെ, വളരെ മനോഹരമായ, ഒഴുകിപ്പോകുന്ന പോലത്തെ ഒരു ഇറ്റാലിക് ശൈലിയിൽ ഒരൊറ്റയാൾ, ഒരു വിദഗ്ധനായ കാലിഗ്രാഫർ ഒറ്റയ്ക്കിരുന്ന് എഴുതി തീർത്തതാണ് നമ്മുടെ ഭരണഘടന. ഈ വലിയ ദൗത്യം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് 6 മാസം വേണ്ടിവന്നു. ഒന്ന് ഓർത്തു നോക്കൂ, 6 മാസം നീണ്ട ഒരു കൈയെഴുത്ത്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, ആരായിരുന്നു ആ അത്ഭുത മനുഷ്യനെന്ന്, അല്ലേ? അദ്ദേഹമാണ് പ്രേം ബിഹാരി നരേൻ റൈസാദ. അദ്ദേഹത്തിന്റെ കഥ വളരെ രസകരമാണ്. ഈ ജോലിക്ക് എന്ത് പ്രതിഫലമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ റൈസാദ പറഞ്ഞത് ഇതായിരുന്നു: എനിക്ക് പണമൊന്നും വേണ്ട, പക്ഷെ എനിക്കൊരു നിബന്ധനയുണ്ട്. ഭരണഘടനയുടെ ഓരോ പേജിലും ഞാൻ എന്റെ പേരെഴുതും. അവസാനത്തെ പേജിൽ എന്റെ പേരിനൊപ്പം എന്റെ മുത്തച്ഛന്റെ പേരും ചേർക്കും. സർക്കാർ അത് സന്തോഷത്തോടെ അംഗീകരിച്ചു. എന്നാൽ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത ആ മനോഹരമായ കൈയക്ഷരം മാത്രമല്ല. അതിന്റെ ഓരോ പേജും നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം വരച്ചിട്ട ഒരു ക്യാൻവാസ് കൂടിയാണ്. വെറും വാക്കുകൾ പോരാ, ചിത്രങ്ങളും വേണമായിരുന്നു. അതിനുവേണ്ടി പ്രശസ്ത ചിത്രകാരനായ നന്ദലാൽ ബോസിന്റെ നേതൃത്വത്തിൽ ശാന്തിനികേതനിൽ നിന്നുള്ള ഒരു കൂട്ടം കലാകാരന്മാരെയാണ് ആ ജോലി ഏൽപ്പിച്ചത്. അവരോരോ പേജിനും ചുറ്റും മനോഹരമായ ഡിസൈനുകൾ നൽകി. അതിൽ സിന്ധു നദീതട സംസ്കാരം മുതൽ വേദകാലഘട്ടം, മൗര്യ, ഗുപ്ത, മുഗൾ സാമ്രാജ്യങ്ങൾ വഴി നമ്മുടെ സ്വാതന്ത്ര്യസമരം വരെയുള്ള ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രം മുഴുവൻ അവർ വരച്ചുചേർത്തു. ശരി, ഇനി നമുക്ക് പുസ്തകത്തിന്റെ പുറംചട്ടയിൽ നിന്ന് അതിന്റെ ഉള്ളിലേക്ക്, അതിന്റെ ആത്മാവിലേക്ക് കടക്കാം. അതായത് അതിലെ ആശയങ്ങൾ എവിടെ നിന്നൊക്കെ വന്നു എന്ന് നോക്കാം. നമ്മുടെ ഭരണഘടനയെ പലപ്പോഴും ഒരു കടമെടുത്ത ആശയങ്ങളുടെ സഞ്ചി എന്ന് പറയാറുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം ഇത് ഉണ്ടാക്കിയ ആളുകൾ ലോകത്തിലെ പല രാജ്യങ്ങളിലെയും മികച്ച നിയമങ്ങളും ആശയങ്ങളും പഠിച്ച് അതിൽ നിന്ന് നമുക്ക് വേണ്ടത് സമർത്ഥമായി തിരഞ്ഞെടുത്ത് ചേർത്തതാണ്. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മുടെ മൗലികാവകാശങ്ങൾ എന്ന ആശയം അമേരിക്കയിൽ നിന്നാണ് എടുത്തത്. പാർലമെന്ററി സിസ്റ്റം ബ്രിട്ടനിൽ നിന്നും, അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള നിയമങ്ങൾ ജർമ്മനിയിൽ നിന്നും, മൗലിക കർത്തവ്യങ്ങൾ പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നും. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച ആശയങ്ങൾ ചേർത്താണ് ഇന്ത്യയുടെ നിയമവ്യവസ്ഥ ഉണ്ടാക്കിയത്. ഓക്കെ, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയേറെ കലാപരമായി ഉണ്ടാക്കിയ ഈ പുസ്തകം, ഈ ദേശീയ നിധി ഇന്ന് എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നറിയണ്ടേ? ആ കൈയെഴുത്തു പ്രതിയുടെ ഒറിജിനൽ കോപ്പികൾ ഹിന്ദിയിലുള്ളതും ഇംഗ്ലീഷിലുള്ളതും ന്യൂഡൽഹിയിലെ പാർലമെന്റ് ലൈബ്രറിയിൽ അതീവ സുരക്ഷയോടെ സൂക്ഷിച്ചിട്ടുണ്ട്. വെറുതെ ഒരു അലമാരയിൽ വെച്ചിരിക്കുകയല്ല, കാലക്രമേണ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഹീലിയം വാതകം നിറച്ച ഓരോ പ്രത്യേക പെട്ടികളിലാണ് അവ സൂക്ഷിച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ ഹീലിയം എന്നല്ലേ? വളരെ സിമ്പിളാണ്. ഹീലിയം ഒരു അലസവാതകമാണ്. അതായത് അത് മറ്റൊന്നുമായും എളുപ്പത്തിൽ പ്രതികരിക്കില്ല. അതുകൊണ്ട് പേപ്പറും മഷിയുമൊന്നും ഓക്സിഡൈസ് ചെയ്ത് നശിച്ചു പോകാതെ കാലങ്ങളോളം ഒരു കേടുപാടും കൂടാതെ ഇരിക്കും. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ, നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആ ഒറിജിനൽ കോപ്പിയിൽ എത്ര പേർ ഒപ്പുവെച്ചു? ഇനി അതിന്റെ ഉത്തരമാണ്. ഉത്തരം 284. അതെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ 284 അംഗങ്ങളാണ് ആ ചരിത്രപ്രധാനമായ രേഖയിൽ ഒപ്പുവെച്ചത്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ആ 284 എന്ന സംഖ്യയ്ക്കുള്ളില് അധികമാരും ശ്രദ്ധിക്കാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കണക്കുകൂടിയുണ്ട്. ആ ഒപ്പിട്ടവരിൽ 15 പേർ സ്ത്രീകളായിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച 15 ധീര വനിതകൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടന വെറുമൊരു നിയമപുസ്തകമല്ല, അതൊരു കലാസൃഷ്ടിയാണ്. ഒരു രാജ്യത്തിന്റെ ജനനം അടയാളപ്പെടുത്തിയ ഒരു ചരിത്രരേഖയാണ്. ഇത് നമ്മളെ അവസാനത്തെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു രാജ്യത്തിന്റെ ആത്മാവിനെ എത്രത്തോളം ഒരൊറ്റ പുസ്തകത്തിൽ സൂക്ഷിച്ചുവെക്കാൻ കഴിയും?